ഹലോ ഗൈസ്, വെൽക്കം ടു സ്പ്രൈഗർ. അപ്പോൾ ഒരുപാട് പേര് ഇതുപോലെ ഫോട്ടോ അയച്ചു തന്നിട്ട് ഇതെന്താണ് ബ്രോ പ്രശ്നം, നമ്മൾ ഫുൾ പെയിന്റ് ചെയ്ത വാഹനമാണ്, ഇതെന്താണ് ബ്രോ പ്രശ്നം, നമ്മൾ പോളിഷ് ചെയ്തിട്ട് പോലും ഇത് പോളിഷ് ആവുന്നില്ല. അങ്ങനെ ഒരുപാട് പേര് ഇതുപോലെ ഫോട്ടോ അയച്ചിട്ട് ചോദിക്കാറുണ്ട്. എന്തൊക്കെ കാരണം കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, നിങ്ങൾ ഉപയോഗിക്കുന്ന പോളിഷ് ചെയ്യുന്ന കോമ്പൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇതുപോലെ ആവാം. നമ്പർ 2, നിങ്ങൾ പോളിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ വരാം. പിന്നെ നമ്പർ 3, മെയിൻ ആണ് നമ്പർ 3, അതായത് നിങ്ങൾ ഈ പോളിഷ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സാൻഡ് ചെയ്യുന്നത്. അപ്പോൾ സാൻഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഫോൾട്ട് വന്നാലും ഇതുപോലെ വരാം. ഇപ്പോൾ ഒരുപാട് പേര് ഈ ഒരു രീതിക്കായിരിക്കും സാൻഡ് ചെയ്യുന്നത്. ആ സാൻഡ് ചെയ്യുമ്പോൾ തന്നെ ഫുള്ള് കയ്യിലെ പാട്, അത് ഇത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മൾ എപ്പോഴും പോളിഷ് ചെയ്യാൻ വേണ്ടി സാൻഡ് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ ബോഡി പാനൽ പെയിന്റ് ചെയ്യാൻ വേണ്ടി സാൻഡ് ചെയ്താൽ ഫുള്ളി മാറ്റ് ഫിനിഷ് ആയിട്ട് മാത്രം സാൻഡ് ചെയ്യുക. അതായത് നമുക്ക് ഒരു 1500 അല്ലെങ്കിൽ 2000 വാട്ടർ പേപ്പറൊക്കെ നമുക്കുണ്ട്. നിങ്ങളിപ്പം ഡ്രൈ ആയിട്ട് ചെയ്യണമെങ്കിൽ ഡ്രൈ ആയിട്ട് ചെയ്യാം, വെറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ വെറ്റ് ആയിട്ടും ചെയ്യാം. അപ്പോൾ എങ്ങനെ നിങ്ങൾ പോളിഷ് ചെയ്യുന്നോട്ട് പോയാലും അല്ലെങ്കിൽ ബോഡി പാനൽ പെയിന്റിങ്ങിലോട്ട് പോയാലും ഫുള്ളി സ്മൂത്ത് ആൻഡ് ഫിനിഷിലോട്ട് കൊണ്ടുവരിക. ഇപ്പോൾ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഒരു 1500, ഒരു 2000 എന്നീ വാട്ടർ പേപ്പർ ഉപയോഗിക്കാം. പോളിഷിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പെയിന്റ് ചെയ്തൊരു വാഹനം നമുക്ക് പോളിഷ് ചെയ്യാനായിട്ട് ഒരു 3 രീതിക്ക് നമുക്ക് പോളിഷ് ചെയ്യാം. അതിലൊന്നെന്ന് പറയുന്നത്, നമ്മൾ പെയിന്റ് ചെയ്തതിന് ശേഷം അത്യാവശ്യം നല്ല ഗ്ലോസി ഫിനിഷ് കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണോ ഡസ്റ്റ് വരുന്നത് ആ ഒരു ഡസ്റ്റ് മാത്രം കട്ട് ചെയ്ത് അവിടെ മാത്രം പോളിഷ് ചെയ്യാം. നമുക്ക് ഓപ്ഷൻ 2 ആയിട്ട് വരുന്നത്, നമുക്ക് എവിടെയാണോ പീല് തോന്നുന്ന അല്ലെങ്കിൽ എവിടെയാണ് കുറച്ച് പ്രശ്നങ്ങൾ തോന്നുന്ന അവിടെ മാത്രം കട്ട് ചെയ്ത് അവിടെയും പോളിഷ് ചെയ്യാം. ഓക്കെ, പിന്നെയാണ് ഓപ്ഷൻ 3 വരുന്നത്. ഓപ്ഷൻ 3 എന്ന് പറഞ്ഞാൽ നമ്മൾ എൻഡ് ടു എൻഡ് നമ്മൾ എവിടെയൊക്കെ പെയിന്റ് ചെയ്ത് അവിടെയൊക്കെ ഫുള്ളി മാറ്റായിട്ട് തന്നെ സാൻഡ് ചെയ്ത് അതിനുശേഷം പോളിഷ് എടുക്കുക. ഇതാണ് കുറച്ചുകൂടി ബെറ്ററും കുറച്ചുകൂടി സേഫും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ല ഫുള്ളി മാറ്റ് ആയിരിക്കണം. ഒരിക്കലും നമ്മുടെ വിരലിന്റെ പാടോ അങ്ങനെ ഒന്നും വരാൻ പാടില്ല. ഫുള്ളി മാറ്റ് ഫിനിഷ് ആയിരിക്കണം. ഇതുപോലെയൊക്കെ മാറ്റ് ഫിനിഷ് ആയിരിക്കണം. എങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് തന്നെ കിട്ടും. പിന്നെയെന്ന് പറയുന്നത്, ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ് ഏത് കോമ്പൗണ്ടാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് പേഡാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇവർക്കായിട്ട് ഞാൻ ഏതൊക്കെ കോമ്പൗണ്ടാണ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ പേഡാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഫുൾ ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത് വേണമെന്നുള്ളവരെ എന്നെ ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ലിസ്റ്റ് നിങ്ങൾ വരുന്നതായിരിക്കും.